ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് FIUGP തേർഡ് സെമസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതൊരു ഒരുപാട് വീഡിയോസ് ഒന്നിച്ച് ഓരോ ദിവസങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മുടെ വീഡിയോക്ക് ഉപയോഗം ഉള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്തു പോകാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ കമൻറ്റുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കൽ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൽ താല്പര്യമുള്ളൂ. അത് ആദ്യം തന്നെ അറിയിക്കുക. ആദ്യം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അറിയിക്കണം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ടൈം ഇത്രയും ഇതിൽ സ്പെൻഡ് ചെയ്യുമ്പം, പ്രത്യേകിച്ച് ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഇല്ലാതെ സ്പെൻഡ് ചെയ്യുമ്പം, അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു എത്ര മൊഡ്യൂളാണ്, 4 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ 4 മൊഡ്യൂളും പൂർണ്ണമായിട്ടും 7 ചാപ്റ്റേഴ്സും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ചാപ്റ്റർ 1 അക്കൗണ്ടിങ് ഫോർ ഷെയർസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനിയിലുള്ള ഒരു പാർട്ട് ഓണർഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പനി ആവണം. അപ്പൊ എന്താ കമ്പനി? നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കൺസേൺ ഉണ്ടെങ്കിൽ അതിനെ കമ്പനി എന്ന് വിളിക്കും. അതല്ല യഥാർത്ഥത്തിൽ കമ്പനി. ഒരു സ്ഥാപനം ഒന്നെങ്കിൽ ഒരാൾ മാത്രം സംഘടിപ്പിച്ചു കൊണ്ടുപോകുന്ന സ്ഥാപനമാണെങ്കിൽ അത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയിരിക്കാം. ഒന്നിൽ കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നതാണെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം. ഓക്കെ, പക്ഷെ ഈ സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും ഒന്നും ഒരു പക്ഷേ ഒരുപാട് ആളുകളെ കൂട്ടം ചേർന്നിട്ട് കൊണ്ടുപോകാൻ ചിലപ്പം കഴിയൂല. അത് നമുക്കറിയാം, കമ്പനീസ് ആക്ട് പ്രകാരം തന്നെ നിശ്ചിത എണ്ണം ആളുകളിൽ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതൊരു പാർട്ട്ണർഷിപ്പ് ഫോമിൽ കൊണ്ടുപോകാൻ പറ്റൂല. എത്ര ഷെയർ ഹോൾഡേഴ്സ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം, പക്ഷെ അത് കമ്പനി ഫോമിലായാൽ മാത്രമേ പറ്റുള്ളൂ. പ്രൈവറ്റ് കമ്പനിയിൽ പോലും 200 ആളുകളെ മാക്സിമം മെമ്പേഴ്സ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പൊ പബ്ലിക് ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു കമ്പനി കൂടിയിട്ട് വലിയ ഒരു കമ്പനി ഉണ്ടാക്കണമെങ്കിൽ അതിന് നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കമ്പനികൾ മാത്രമേ രൂപീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്തായാലും കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്ന്, ലോർഡ് ജസ്റ്റിസിന്റെ ഇതനുസരിച്ച് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. നമ്മൾ ഓരോ വ്യക്തികളും എന്താണ്, നാച്ചുറൽ പേഴ്സൺ ആണ്. നാച്ചുറൽ പേഴ്സൺ എങ്ങനെ ഉണ്ടാവുന്നത് അത് നമുക്കറിയാം. അതിൻ്റെതായ ബയോളജിക്കൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ ഇവിടെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എങ്ങനെ ഉണ്ടാവുന്നത്, ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരമാണ് ഉണ്ടാവുന്നത്. നാച്ചുറൽ പേഴ്സണിന്റെ പ്രോസസ്സ് പോലെയല്ല ആർട്ടിഫിഷ്യൽ പേഴ്സൺ വരുന്നത്. അത് AI വെച്ചിട്ട് ഉണ്ടാക്കുന്നതല്ല. അതെങ്ങനെ ഉണ്ടാക്കുന്നത്, ക്രിയേറ്റഡ് ബൈ ലോ, നിയമപ്രകാരം, നിയമം മൂലം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിന്റെ കാലാവധി എത്രയാണ്? ഇത് പെർപെച്വൽ സക്സഷൻ. അതിനൊരു കാലമൊന്നുമില്ല, അനന്തമായിട്ട് നീണ്ടുപോകും. 1000 10,000 വർഷങ്ങൾ പഴക്കമുള്ള കമ്പനികൾ ഉണ്ടാവും. ഓക്കെ, പെർപെച്വൽ ആൻഡ് കോമൺ സീൽ. ആ കമ്പനിക്ക് എന്തുണ്ടാവും, ഒരു കോമൺ സീൽ ഉണ്ടാവും. അപ്പോൾ ഇവിടെ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനി എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു പേഴ്സൺ ആണ്. എങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? ഏതെങ്കിലും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണോ? അല്ല, നിയമം ഉപയോഗിച്ചിട്ടാണ്. അതിന്റെ എക്സ്പയറി ഡേറ്റോ, അങ്ങനെ ഒരു എക്സ്പയറി ഡേറ്റ് ഒന്നുമില്ല. അതിന് പെർപെച്വൽ സക്സഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു കോമൺ സീലും ഉണ്ട്. ഇനി കമ്പനീസ് ആക്ട് സെക്ഷൻ 2 സബ്സെക്ഷൻ 20 ഇതിനൊരു ഡെഫിനിഷൻ പറയുന്നുണ്ട്. അത് പ്രത്യേകിച്ച് വലിയൊരു ഡെഫിനിഷൻ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. അതിലെന്തേ ഉള്ളൂ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനീനെയാണ് കമ്പനി എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. കമ്പനി എന്ന് വിളിക്കണമെങ്കിൽ നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഒരു സ്ഥാപനത്തിനെ കമ്പനി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്, ഒന്നെങ്കിൽ 2013 ആക്ട് പ്രകാരമോ, അല്ലെങ്കിൽ കമ്പനീസ് ആക്ട് 1956 അല്ലെങ്കിൽ അതിന് മുൻപൊക്കെ ഉള്ള കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട കമ്പനികളെയാണ് നമ്മൾ കമ്പനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കമ്പനി എങ്ങനെയാണ് ഷെയർ ക്യാപിറ്റൽ, ഈ ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് സമാഹരിക്കുന്നത് എന്ന രൂപമാണ്. ഓക്കെ,
അപ്പൊ എന്താണ് ഷെയർ എന്നും എന്താണ് ഷെയർ ക്യാപിറ്റൽ എന്നും നമുക്കറിയണം. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിന്റെ ഓണേഴ്സിന്റെ മുഴുവൻ ഫണ്ടിനെയാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കുക. അതിലുള്ള ഓരോ ചെറിയ ചെറിയ സിംഗിൾ പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുക, ഷെയർ എന്ന് വിളിക്കുക. ഓക്കെ. അപ്പൊ ഈ കമ്പനിക്ക് നമുക്കറിയാം, കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ക്യാപിറ്റൽ ഇല്ലാതെ ഒരിക്കലും റൺ ചെയ്യാൻ പറ്റൂല. എങ്ങനെ കമ്പനി ക്യാപിറ്റൽ കണ്ടെത്തുന്നത്? ക്യാപിറ്റൽ കണ്ടെത്തുന്നത് ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ടാണ്. ഓക്കെ. അപ്പൊ കമ്പനിന്റെ ക്യാപിറ്റലിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് കോൾഡ് ഷെയർ ക്യാപിറ്റൽ. കമ്പനിന്റെ മൊത്തം ക്യാപിറ്റൽ, ഷെയറുകളെല്ലാം കൂടെ കൂടിയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ എന്ത് വിളിക്കും? ഷെയർ ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ. ഓക്കെ. അപ്പം ഈ കമ്പനിക്ക് വേണമെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ സാധാരണ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മളെ ആളുകൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ മറ്റു ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എന്ത് ചെയ്യുക, കമ്പനിന്റെ ഷെയർ വാങ്ങാൻ പറ്റുന്നുള്ളതാണ്. അങ്ങനെ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? ഷെയർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കും. ഓക്കെ. അവർ തന്നെയാണ് കമ്പനിയുടെ മെമ്പേഴ്സ് എന്ന് ഒരു പരിധി വരെ നമുക്ക് പറയാം. എല്ലാ ഷെയർ ഹോൾഡർ മെമ്പർ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിന്റെ രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിൽ വന്നിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ മെമ്പർ ആവും. ഓക്കെ. അങ്ങനെയൊക്കെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് അല്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുക, അത് നമ്മുടെ ടൈപ്സ് ഓഫ് ഷെയർസ് ആണ്, അല്ലെങ്കിൽ ഫേസസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഇതിൽ ഓരോ ക്യാപിറ്റൽ എന്താണെന്ന് 3 മാർക്കിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓരോന്നിനും കൃത്യമായ കീവേഡുകൾ ഉണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ കളക്ട് ഫ്രം ദ പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ്. ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് കമ്പനിക്ക് മാക്സിമം, ആ നാട്ടുകാരുടെ അടുത്ത് നിന്ന് മാക്സിമം ആ കമ്പനിന്റെ ജീവിതത്തിൽ കമ്പനിക്ക് വാങ്ങാൻ പറ്റുന്ന എമൗണ്ടിനെയാണ് എന്ത് പറയുന്നത്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ. അതായത് കമ്പനിക്ക് ഒരു മെമ്മറോണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഡോക്യുമെന്റിലെ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ് ഉണ്ട്. ആ ക്യാപിറ്റൽ ക്ലോസിൽ 10 ലക്ഷം എന്നാണ് എഴുതിയെങ്കിൽ അതാണ് ആ കമ്പനിന്റെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന്. ഈ 10 ലക്ഷത്തിന് മുകൾക്ക് നാട്ടുകാരുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യാൻ പറ്റൂല? ഷെയർ ആയിട്ട് വാങ്ങാൻ പറ്റൂല. ഡിബഞ്ചറോ മറ്റോ ഒക്കെ വാങ്ങാം, പക്ഷെ ഷെയർ ആയിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്തേ പറ്റുള്ളൂ? ഈ എമൗണ്ടേ പറ്റുള്ളൂ. ഓക്കെ. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിനെ രജിസ്ട്രേഡ് ക്യാപിറ്റൽ എന്നും നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തെന്നായാലും ഇത് നമ്മുടെ കമ്പനിന്റെ മെമ്മോറാണ്ടത്തിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്? ഒരു കമ്പനിക്ക് നാട്ടുകാരുടെ അടുത്തുനിന്ന്, പബ്ലിക്കിന്റെ അടുത്തുനിന്ന് ഷെയർ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന എമൗണ്ടിനെയാണ്, മാക്സിമം എമൗണ്ടിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ that a company can collect from public by issue of shares. ഓക്കെ. ഇത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇതിന് മറ്റ് 2 പേരുകളുണ്ട്, മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഒരു കമ്പനിക്ക് അതിന്റെ ജീവിതകാലത്ത് മുഴുവനായിട്ട് 10 ലക്ഷം രൂപ വാങ്ങിക്കാൻ കഴിയും എന്ന് കരുതുക. അത് കമ്പനി ഒന്നാകെ എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പൊ പബ്ലിക്കിന്, നാട്ടുകാരുടെ അടുത്തേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഓഫർ ചെയ്യപ്പെട്ട ഷെയറിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പൊ 10 ലക്ഷത്തിൽ ഇപ്പൊ ആവശ്യമുള്ളത് ഒരു 3 ലക്ഷമാണ് എന്ന് കരുതുക. അപ്പൊ ഈ 3 ലക്ഷത്തിനുള്ള ഷെയർ ആയിരിക്കും നാട്ടുകാർക്ക് നിങ്ങൾ വാങ്ങിക്കോളി എന്ന് പറഞ്ഞ് ഓഫർ കൊടുക്കുന്നത്. അങ്ങനെ ഇഷ്യൂ ചെയ്ത ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. സ്വാഭാവികമായിട്ടും ഈ 10 ലക്ഷത്തിന്റെ പാർട്ടായിരിക്കും. വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. വാങ്ങാൻ വേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ ആണ്. ഓക്കെ. അങ്ങനെ അപ്പോൾ നമുക്കറിയാം ഈ 10 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്തെങ്കിൽ അതിന്റെ ബാലൻസ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നും വിളിക്കും. ഓക്കെ. ഇനി എപ്പോഴെങ്കിലും കമ്പനിക്ക് വീണ്ടും ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ ആ സമയത്ത് കമ്പനി അത് ഇഷ്യൂ ചെയ്യും. അങ്ങനെ നമ്മളിപ്പോൾ എന്ത് ചെയ്തു? മൊത്തം 10 ലക്ഷം രൂപയാണ് കമ്പനിന്റെ ഷെയർ ക്യാപിറ്റൽ. അതിൽ നിന്നും 3 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്തു? ഇഷ്യൂ ചെയ്തു. 10 ലക്ഷം രൂപ ഉണ്ട്. ആ 10 ലക്ഷം രൂപ ഒന്നിച്ച് കമ്പനിക്ക് വേണ്ട. അതിൽ നിന്നും 3 ലക്ഷം രൂപ കമ്പനി എന്ത് ചെയ്തു? നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്തു എന്നതുകൊണ്ട് കമ്പനി നാട്ടുകാരത് വാങ്ങിക്കൊള്ളണമെന്നുണ്ടോ? വാങ്ങാൻ വേണ്ടി കൊടുത്ത നമ്പർ ഓഫ് ഷെയർ ക്യാപിറ്റലിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ വാങ്ങാൻ കൊടുത്തെങ്കിലും നാട്ടുകാർ എത്ര വാങ്ങി? നാട്ടുകാർ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഉദാഹരണത്തിന് 3 ലക്ഷം കൊടുത്തതിൽ നാട്ടുകാർ വാങ്ങിയത് 2,50,000 ഷെയർ ഉള്ളെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ്
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പൊ ഇഷ്യൂ ചെയ്തതിൽ നിന്ന് നാട്ടുകാർക്ക് വാങ്ങാൻ കഴിയുള്ളൂ, കമ്പനി കൊടുക്കാത്തത് വാങ്ങാൻ കഴിയൂലല്ലോ. അപ്പൊ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റലിന്റെ പാർട്ടാണ് വിച്ച് ഈസ് ആക്ച്വലി സബ്സ്ക്രൈബ്ഡ്, അതായത് ടേക്കൺ അപ്പ് ബൈ ദ പബ്ലിക്. നാട്ടുകാർ വാങ്ങിയതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇഫ് ഓൾ ഷെയർസ് ആർ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് മുഴുവൻ 3 ലക്ഷം ഇഷ്യൂ ചെയ്തു, 3 ലക്ഷം നാട്ടുകാർ വാങ്ങിക്കഴിഞ്ഞാൽ ഇഷ്യൂഡ് ക്യാപിറ്റലും സബ്സ്ക്രൈബർ ക്യാപിറ്റലും ഈക്വൽ ആവും. അപ്പൊ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നാട്ടുകാർക്ക് ഓഫർ ചെയ്ത ക്യാപിറ്റലിനെയാണ് നമ്മൾ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുക. എന്നാൽ അതിൽ നിന്നും നാട്ടുകാർ വാങ്ങിയതിനെ നമ്മൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഉദാഹരണത്തിൽ 2.5 ലക്ഷം രൂപ നാട്ടുകാർ എന്ത് ചെയ്തിട്ടുണ്ട്? വാങ്ങിയിട്ടുണ്ട്. വാങ്ങി എന്ന് പറഞ്ഞാൽ അതിന്റെ മുഴുവൻ എമൗണ്ട് ഒന്നിച്ച് അവർ കൊടുക്കല്ല ചെയ്യുക. അത് കമ്പനി വ്യത്യസ്ത ഇൻസ്റ്റാൾമെന്റുകളായിട്ടാണ് എന്ത് ചെയ്യുക? വിളിക്കുക. ഓക്കെ. കമ്പനി ഉദാഹരണം ഫസ്റ്റ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, ആ അപ്ലിക്കേഷന്റെ കൂടെ കുറച്ച് പൈസ വാങ്ങും. രണ്ടാമത് പിന്നെ അലോട്ട്മെന്റ് എന്ന ഒരു ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്, ആ അലോട്ട്മെന്റ് എന്ന പേരിലുള്ള ഇൻസ്റ്റാൾമെന്റിലൂടെ കുറച്ച് പൈസ വാങ്ങും. പിന്നെ ഫസ്റ്റ് കോൾ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഇൻസ്റ്റാൾമെന്റ് ഉണ്ട്. അങ്ങനെ കമ്പനിക്ക് എത്ര കോൾ ചെയ്യണോ അത്ര ഇൻസ്റ്റാൾമെന്റ് വെച്ചിട്ടായിരിക്കും ഇത് വാങ്ങുക. അപ്പൊ ഉദാഹരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്? ഫസ്റ്റ് കോൾ ഉണ്ട്, അങ്ങനെ ഓരോന്നിന്റെ കൂടെയും കുറച്ച്, അപ്ലിക്കേഷന്റെ കൂടെ 1 ലക്ഷം രൂപ കമ്പനി കളക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതുക, അലോട്ട്മെന്റിന്റെ കൂടെയും 1 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നുണ്ട് കരുതുക, 50,000 കളക്ട് ചെയ്യുന്നത് ഫസ്റ്റ് കോളിന്റെ കൂടെ. ഇങ്ങനെയാണ് ഈ 2.5 ലക്ഷം നാട്ടുകാരുടെ അടുത്ത് നിന്ന് വാങ്ങുന്നതെന്ന് കരുതുക. അതിലിപ്പോ ഫസ്റ്റ് അപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിച്ചതിനെ നമ്മൾ വിളിച്ചത് മാത്രം അല്ലേ നാട്ടുകാർ തരുള്ളൂ. ഈ 2.5 ലക്ഷം ആളുകൾ വാങ്ങാൻ റെഡിയാണ് എന്ന് പറഞ്ഞു. അതില് കമ്പനി എത്ര വിളിച്ചത്? 2.5 ലക്ഷം ഒന്നിച്ച് വിളിച്ചിട്ടുണ്ടാവില്ല. ആ വിളിച്ച എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയാം. കോൾഡ് അപ്പ് അപ്പൊ എന്താണ്? ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന്റെ പാർട്ടാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഈസ് പാർട്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കോൾഡ് അപ്പ് ബൈ ദ കമ്പനി. കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ കൊണ്ടുതരൂ എന്ന് പറഞ്ഞ് കമ്പനി വിളിച്ചതിനെയാണ്. അപ്പൊ കോൾഡ് അപ്പ് ചെയ്തതിൽ നിന്നും ഇനി കമ്പനി കോൾഡ് അപ്പ് ചെയ്തു, പക്ഷെ അതിൽ നിന്നും നാട്ടുകാർ കൊടുക്കണല്ലോ. കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്ത എമൗണ്ടിനെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഇപ്പൊ ഈ 2.5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എത്ര വിളിച്ചിട്ടുള്ളൂ? 1 ലക്ഷം വിളിച്ചിട്ടുള്ളൂ. അതിൽ നിന്നും വിളിച്ചു കഴിഞ്ഞിട്ട് 80,000 ആളുകൾ തന്നിട്ടുള്ളെങ്കിൽ ആ 80,000-നെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ നിന്നും ബാക്കി 20,000-നെ കോൾസ് ഇൻ അരിയർ എന്നുമാണ് എന്ത് ചെയ്യാ പറയാ. അപ്പൊ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കോൾഡ് അപ്പ് ക്യാപിറ്റലിന്റെ പാർട്ടാണ്. കോൾഡ് അപ്പ് ക്യാപിറ്റൽ പാർട്ടാണ് വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡർ പേ ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പെയ്ഡ് അപ്പ് എന്ന് പറയാം. അങ്ങനെ ബാലൻസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? അൺപെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നോ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്നോ നമ്മൾ പറയും. ഓക്കെ. ഇനി റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മളിപ്പോ കോള് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, പക്ഷെ വിളിച്ചിട്ടില്ല, കോള് ചെയ്തിട്ടില്ല. ഇപ്പൊ 2.5 ലക്ഷം രൂപയില് നമ്മള് 2 ലക്ഷം രൂപ വരെ വിളിച്ചു എന്ന് കരുതുക. ബാക്കി ഒരു 50,000 വിളിക്കാൻ ബാലൻസ് ഉണ്ട്. അങ്ങനെ വിളിക്കാൻ ബാലൻസ് വെച്ചിട്ട് അവസാനം കമ്പനി പിരിച്ചു വിടുന്ന സമയത്ത് മാത്രമേ വിളിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ്. അതായത് കോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാട്ടുകാർ വാങ്ങാൻ റെഡി ആയതിൽ നിന്നും കൊണ്ടുവരി എന്ന് പറഞ്ഞ് വിളിച്ചതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൾഡ് അപ്പ് എന്ന് പറയാം. അപ്പൊ 2.5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ 2 ലക്ഷം വിളിച്ചിട്ടുണ്ട്. ആ വിളിച്ചിട്ട് ബാക്കി ഒരു 50,000 ഉണ്ടല്ലോ, അത് നമ്മൾ കമ്പനി പിരിച്ചിടുന്ന സമയത്ത് എന്തെങ്കിലും ബാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ വിളിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ആ എമൗണ്ടിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ എന്താണ്? റിസർവ് ക്യാപിറ്റൽ ഇസ് എ പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റലിന്റെ ഭാഗമാണ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ്. ഇത് റിസർവ് ആയിട്ട് എന്ത് ചെയ്താണ്? കരുതലായിട്ട് കീപ്പ് ചെയ്താണ്. വിച്ച് വിൽ ബി കോൾഡ് അപ്പ്. എപ്പോഴേ വിളിക്കുള്ളൂ? ഓൺലി വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനിന്റെ വൈൻഡിങ് അപ്പ് സമയത്തേ വിളിക്കുള്ളൂ. ഓക്കെ. ഇതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെന്താണ്? റിസർവ് ഫോർ വൈൻഡിങ് അപ്പ് ഓൺലി. വൈൻഡിങ് അപ്പിന് വേണ്ടി മാത്രം എന്ത് ചെയ്തതാണ്? റിസർവ് വെച്ചിട്ടുള്ളതാണ്. ഇതാണ് ഇപ്പൊ നമ്മുടെ കാര്യം. ഞാൻ ഇത് നല്ലൊരു എക്സാമ്പിൾ തന്നിട്ട് അതിലൂടെ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കമ്പനിക്ക് 25 ലക്ഷം രൂപയാണ് കമ്പനിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനി എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ക്യാപിറ്റൽ ക്ലോസിൽ കൊടുത്തിട്ടുള്ളത് 25 ലക്ഷം രൂപയാണ് എന്ന് കരുതാം. ഈ 25 ലക്ഷം രൂപനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്ട്രേഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, രജിസ്ട്രേഡ് ക്യാപിറ്റൽ,
അതുപോലെ തന്നെ മറ്റൊരു പേരെന്താണ്, നോമിനൽ ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കും. ഈ ഓതറൈസ് ചെയ്ത ക്യാപിറ്റൽ മുഴുവൻ കമ്പനി നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്യോ, വാങ്ങാൻ വേണ്ടി കൊടുക്കുവോ, വാങ്ങാൻ വേണ്ടി കമ്പനി ഡിമാൻഡ് ചെയ്യോ? അത് ചെയ്തോളണമെന്നില്ല. ഉദാഹരണം, ഈ 25 ലക്ഷത്തിൽ നിന്ന് കമ്പനിക്ക് ആവശ്യമുള്ളത് ഇപ്പൊ നിലവിൽ ഒരു 15 ലക്ഷമാണെന്ന് കരുതുക. കമ്പനി നാട്ടുകാരുടെ അടുത്ത് നിന്ന് വരി, നിങ്ങൾ വാങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു 15 ലക്ഷം രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ, പബ്ലിക്കിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പബ്ലിക്കിന് കൊടുത്തു. ഈ പബ്ലിക്കിന് കൊടുത്ത 15 ലക്ഷത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്തു, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിൽ നിന്നും നാട്ടുകാര് ഇപ്പം എല്ലാതും ചിലപ്പോൾ വാങ്ങാൻ റെഡി ആയിക്കൊള്ളണമെന്നില്ല. നാട്ടുകാര് വാങ്ങാൻ റെഡി ആയത് ബൈ, റെഡി ടു ബൈ, റെഡി ടു ബൈ ആയിട്ടുള്ള ഷെയറിനെ നമ്മൾ ഉദാഹരണത്തിന് ഒരു 13 ലക്ഷം ആളുകൾ എന്ത് ചെയ്യാൻ വാങ്ങാൻ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ 13 ലക്ഷത്തിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണ്, 13 ലക്ഷത്തിന് വിളിക്കുന്ന സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. സ്വാഭാവികമായിട്ടും ഈ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നാട്ടുകാർ വാങ്ങാൻ റെഡി ആയി കഴിഞ്ഞാൽ അതിൽ നിന്നും കമ്പനി എന്ത് ചെയ്യും, ഓരോ എമൗണ്ടുകൾ ഇങ്ങനെ വിളിച്ചു തുടങ്ങും. അങ്ങനെ കമ്പനി വിളിച്ച പൈസ കോൾഡ് അപ്പ്, കൊണ്ടുതരൂ എന്ന് പറഞ്ഞിട്ട് കോളപ്പ് ചെയ്ത എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11 ലക്ഷമാണ് എന്ന് കരുതുക. ഓക്കെ, ഈ 11 ലക്ഷത്തിനെ നമ്മൾ കോൾഡ് അപ്പ് എന്ന് പറയും, കോൾഡ് അപ്പ് എന്ന് പറയും. ഈ 11 ലക്ഷത്തിന് ഇനിയിപ്പോ 13 ലക്ഷത്തിൽ നിന്നല്ലേ 11 വിളിച്ചത്, ബാക്കി 2 ലക്ഷമാണ് അൺകോൾഡ് പോർഷൻ ഉള്ളത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഈ 13 ബാലൻസ് ഉള്ള 2 ലക്ഷത്തിന് ഞാൻ തൽക്കാലം എന്ത് വിളിക്കാം, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അൺകോൾഡ് ഇത് ഇവിടെ നിൽക്കട്ടെ കേട്ടോ, ഈ അൺകോൾഡ് ഇവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് കോള് ചെയ്താൽ മുഴുവൻ ആൾക്കാർ തരുമോ? ചിലപ്പോൾ തരും, ചിലപ്പോൾ തരൂല. ഉദാഹരണത്തിന് നമുക്ക് 10 ലക്ഷം കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയ എമൗണ്ടിന് നമ്മൾ എന്ത് വിളിക്കും, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വിളിക്കും. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ കിട്ടാത്ത 1 ലക്ഷം അല്ലേ ഇവിടെ, കിട്ടാത്ത 1 ലക്ഷം. ഈ 1 ലക്ഷത്തിന് നമ്മൾ അൺപെയ്ഡ് എന്നോ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയർ എന്നോ വിളിക്കും. കോൾ ഇൻ അരിയർ എന്നും കൂടെ എന്ത് ചെയ്യും എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇനി ശ്രദ്ധിക്കുക, ഈ 2 ലക്ഷം ഉണ്ടല്ലോ, അൺകോൾഡ് ആയി നിൽക്കുന്ന 2 ലക്ഷം, ഇതിൽ കമ്പനി കുറച്ച് എമൗണ്ട് ചിലപ്പോൾ മാറ്റി വെക്കും. എപ്പോഴേ വിളിക്കുള്ളൂ, വൈൻഡിങ് അപ്പ് സമയത്തെ. മുഴുവൻ നല്ല കേട്ടോ പറഞ്ഞത്, കമ്പനിന്റെ തീരുമാനപ്രകാരം കമ്പനി പറയാണ് ഇതൊന്നൊരു 80,000 രൂപ കമ്പനി പിരിച്ചുവിടുമ്പോൾ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഡിസ്കഷൻ. ഓക്കെ, ഈ ഒരു ഏരിയ 3 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നല്ലപോലെ നോക്കുക, മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തിലേക്കൊക്കെ വരും. ഡീറ്റെയിൽ ആയിട്ട് ഓരോ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. എക്സാമില് ഇത്രയും പറഞ്ഞ ക്യാപിറ്റലിന് ഏതെങ്കിലും ഒന്ന് ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ 6 മാർക്കിന് ഇതിനെപ്പറ്റിയെല്ലാം എഴുതാനും പറയാം. ഏതാ നിങ്ങളുടെ ഭാഗ്യം നമുക്കറിയില്ല. എന്തായാലും 3 മാർക്കിന് നിങ്ങൾക്ക് ഒന്നെങ്കിലും വിശദീകരിക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് നല്ലപോലെ മനസ്സിലാക്കി പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൺസേൺസ്, നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ വേറൊന്നും നിങ്ങളോട് ആവശ്യപ്പെടുന്ന ലൈക്കോ സബ്സ്ക്രിപ്ഷനോ ഒന്നും എനിക്ക് വേണ്ട ആവശ്യമില്ല. മാക്സിമം ആളുകൾക്ക് എത്തിക്കുക, കാരണം അത് മാക്സിമം ആളുകൾ കാണുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിന്റെ എന്താണോ ഫീഡ്ബാക്ക് അതിനനുസരിച്ച് ബാക്കി ക്ലാസ്സുകളിലേക്ക് ഞാൻ മുന്നോട്ട് പോകും. ഓക്കെ, അപ്പൊ തൽക്കാലം ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ശരി.